നമസ്കാരം. എല്ലാ പ്രവാസികൾക്കും പ്രവാസി മലയാളിയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ ഭീതിയിലാക്കുന്ന ഒന്നാണ് വലിയ തീപിടുത്തങ്ങൾ. ചൂടുകാലം തുടങ്ങിയതോടെ UAE-യിലെ വിവിധ ഭാഗങ്ങളിൽ തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ അപകടങ്ങൾ പതിയിരിക്കുകയാണ്. തീപിടുത്തത്തെ തുടർന്നുള്ള അപകടങ്ങൾ ഇത്തരം ഇടങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലേബർ ക്യാമ്പുകളിൽ മാത്രമല്ല, എവിടെയും അതിവേഗം തീയണയ്ക്കാൻ ഇനി ഡ്രോണുകൾ പറന്നിറങ്ങും. പെട്ടെന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കാതെ രക്ഷാപ്രവർത്തനത്തിനായുള്ള നടപടികൾ സ്വീകരിക്കുക. വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിനും തീയണയ്ക്കാനും ഇനി ഡ്രോണുകൾ ഉപയോഗപ്പെടുത്താം. ഇതിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ദുബായ് സിവിൽ ഡിഫൻസ്. ചൂടുകാലം കടുത്ത സാഹചര്യത്തിൽ ദ്രുതഗതിയിൽ നടപടികൾക്കായി ഡ്രോണുകൾക്ക് കൂടി അനുമതി നൽകിയിരിക്കുന്നത്. ഈ വർഷം ആദ്യപാദത്തിൽ ജനറൽ സിവിൽ ഏവിയേഷൻ 180 ഡ്രോണുകൾക്ക് പ്രവർത്തന അനുമതി നൽകിയിട്ടുണ്ട്. ഉയർന്ന കെട്ടിടങ്ങളിലും ഇടുങ്ങിയ സ്ഥലങ്ങളിലും അപകടകരമായ വസ്തുക്കൾ സൂക്ഷിക്കുന്ന വെയർഹൌസുകളിലും അഗ്നിബാധയുണ്ടാകുമ്പോൾ തീ പടരുന്നതിന്റെ വ്യാപ്തി കൃത്യമായി മനസ്സിലാക്കാനും പ്രതിരോധ നടപടികൾ അതിവേഗം സ്വീകരിക്കാനും ഇത് ഉപകാരപ്പെടും. എല്ലാത്തരം അപകടങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ സമയവും അധ്വാനവും ലാഭിക്കുന്നതിന് തീരുമാനം സഹായിക്കുമെന്നും ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് സിവിൽ ഡിഫൻസ് ഏറ്റെടുക്കുന്ന ചുമതലകളെ ഇത് ക്രിയാത്മകമായി മെച്ചപ്പെടുത്തുമെന്നും വകുപ്പ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ റാഷിദ് താനി അൽ മത്രൂഷി പറഞ്ഞു. അതേസമയം അബുദാബിയിൽ ഹൂതി ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ ഡ്രോൺ നിരോധനം ഇപ്പോഴും നിലവിലുണ്ട്. അതിനാൽ അത്യാവശ്യങ്ങൾക്ക് പ്രത്യേക അനുമതിയോടെ മാത്രമാണ് ഇതിന് അനുമതി നൽകുന്നത്. അധികൃതരുടെ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തുന്നവർക്ക് 5 വർഷം വരെ തടവും 1 ലക്ഷം ദിർഹം വരെ പിഴയുമാണ് ശിക്ഷ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.